വല്ലാതൊരു സംഭവം കേട്ടാ. ഈ ഒരു സംഭവം നടന്നത് നമ്മൾ അടുത്ത ഇതായ കർണാടകയിൽ നടന്നൊരു സംഭവം എന്നാണ് ഇതിൽ പറയുന്നുള്ളത്. ഇത് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം. ചില സമയത്ത് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തമാശ രൂപത്തിലാണെങ്കിൽ ചിരി വരുന്നത്. അല്ലാണ്ട് ഈ സംഭവം നടന്നത് കാര്യം ഇത് ചിന്തിച്ച് നോക്കുമ്പോൾ നല്ല കാര്യമെന്നും തോന്നുന്നുണ്ട്. ഇങ്ങനെയും സംഭവിക്കുന്നുണ്ടല്ലേ. ഇതാണ് അവരുടെ സ്നേഹബന്ധം. സ്നേഹത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പിരിയാൻ പറ്റാത്ത ബന്ധങ്ങളാണുള്ളത്. അങ്ങനെ സംഭവിച്ച ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുള്ളത്. ഈ സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം ആരോ വീഡിയോ പോസ്റ്റ് ചെയ്ത് ആ പോസ്റ്റ് ചെയ്തതിൻ്റെ അടിയിലുണ്ടല്ലോ ഒരുപാട് ബാഡ് കമൻറ്റുകൾ. എത്രത്തോളം ബാഡ് കമൻറ്റ് ഇടാൻ പറ്റുന്നുവോ അത്രത്തോളം ബാഡ് കമൻറ്റാണ് ഇതിൽ കാണുന്നുള്ളത്. അവർക്കും പ്രശ്നമില്ല, അവരുടെ കുടുംബക്കാർക്കും പ്രശ്നമില്ല. ഇത് കാണുന്ന നമുക്ക് എന്താ പ്രശ്നം അല്ലേ? ചില ആളുകൾ ഈ വീഡിയോൻ്റെ അടിയിൽ, കാര്യമായ ആൾക്കാർ വീഡിയോ ഇടുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ വന്നിട്ട് നോക്കുന്നത് വീഡിയോ കാണാൻ വേണ്ടി നോക്കുന്നതല്ല, താഴെ വരുന്ന കമൻ്റാണ് നോക്കുന്നുള്ളത്. മനസ്സിലായില്ലേ? കമൻറ്റ്, ആ കമൻറ്റിൽ ചില തെറികളും ചീത്ത വാക്കുകളും കേൾക്കുമ്പോൾ അവരതിനെ ആസ്വദിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ വീഡിയോൻ്റെ ഇടയിലല്ല, ഈ വീഡിയോ മുമ്പ് ആരോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ന്യൂസിൽ വന്ന് അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻറ്റ് കാണാം. സ്നേഹിക്കുന്നവർക്ക് അവർക്കൊരു പ്രശ്നമില്ല. എങ്ങനെ വേണമെങ്കിലും നല്ല രീതിയിൽ കല്യാണം കഴിക്കുന്നതിന് അവരുടെ കുടുംബക്കാർക്കും ആ കെട്ടുന്ന പെണ്ണിനും എല്ലാവർക്കും സന്തോഷമാണ്. സന്തോഷക്കുറവായിരിക്കുള്ളത് വീഡിയോ കാണുന്ന നമ്മളെ പോലുള്ളവർക്ക് വല്ലാതൊരു പ്രശ്നം. എന്നിട്ട് അതിൻ്റെതായ അടിപൊളിയായിട്ട് കമൻറ്റ്. ആ കമൻറ്റ് നിങ്ങൾക്ക് കണ്ടാലുണ്ടല്ലോ അത്രയ്ക്കും ബാഡായ കമൻറ്റ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല, ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം. എൻ്റെ വോയിസ് അല്ല, അതൊരു ന്യൂസിൽ വന്ന ആ വാർത്തകൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം എന്താണ് ഈ സംഭവം. ഇത് കേട്ടിട്ടാകുമ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ അതിശയം തോന്നാം. അതിശയം തോന്നേണ്ട ഒരു ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലും ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ചില ആൾ കമൻ്റ് ഇടുന്നുണ്ടല്ലോ, ബാഡായിട്ട് എന്തെല്ലാം പറയുന്നുണ്ട്, തെറി പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ആര് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ട് അവർക്ക് മനസ്സിൽ തൃപ്തിദായതായ നല്ലതായ രീതിയിൽ. നമ്മൾ ബാഡ് കമൻറ്റ് എന്തിനാണ് ഇങ്ങനെതാണെന്നുള്ളത്. എന്നിരുന്നാലും ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണോ, പറ്റുമെങ്കിൽ ലൈക്ക് അടിച്ചോ, അല്ലെങ്കിൽ ഉറ്റചങ്ങാതികളായ 3 പേർക്ക് പിരിയാൻ വയ്യ. യുവാവ് 2 കൂട്ടുകാരികളെയും ഒരുമിച്ചങ്ങ് കല്യാണം കഴിച്ചു. കിടുക്കൻ ഫോട്ടോഷൂട്ടും നടത്തി. 3 പേരുടെയും പേരുകളൊക്കെ വെച്ച് കല്യാണക്കുറിയൊക്കെ അടിച്ചിറക്കിയായിരുന്നു കല്യാണം. കർണാടകയിലാണ് സംഭവം. ചിത്രദുർഗ സ്വദേശിയായ 25 വയസ്സുള്ള വസീം ഷെയ്ഖാണ് കൂട്ടുകാരികളായ ഷിഫ ഷെയ്ഖിനെയും ജന്നത്തിനെയും വിവാഹം ചെയ്തത്. വർഷങ്ങളായി 3 പേരും ഉറ്റ ചങ്ങാതിമാരാണ്. ഇതിനിടയിൽ ബന്ധം ആഴത്തിലുള്ള പ്രണയബന്ധമായി വളർന്നു. യുവതികൾക്ക് യുവാവിനോട് പ്രേമമായതോടെ 2 പേരെയും വിട്ടുപിരിയാനാകാത്ത അവസ്ഥ. എന്നാൽ 3 പേർക്കും കൂടി ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിനുള്ള വഴിയായി കല്യാണം. ഹോരാപ്പേട്ടിലെ MK പാലസിൽ വെച്ചാണ് വിവാഹ ചടങ്ങുകൾ നടന്നത്. 3 കുടുംബങ്ങളിലെയും ചുരുക്കം ചില ബന്ധുക്കൾ പങ്കെടുത്തു. തുല്യമായ സ്നേഹവും പ്രതിബദ്ധതയും പുലർത്തുമെന്ന് 3 പേരും പ്രതിജ്ഞയും എടുത്തു. ഇന്ത്യൻ നിയമപ്രകാരം ഭൂരിഭാഗം സമുദായങ്ങൾക്കും ബഹുഭാര്യത്വം നിരോധിച്ചിട്ടുള്ളതാണ്. എന്നാൽ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഇതിൽ ഇളവുകളുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ.